എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ തനിയെ ട്രെയിനിങ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപാട് നാടും ഗ്രാമങ്ങളും ഒക്കെ കടന്ന് അവനാണെങ്കിൽ വളരെ സിൻസിയർ ആയിട്ട് തന്നെ ട്രെയിനിങ് മുൻപോട്ടേക്ക് കൊണ്ടുപോകും. പെൺകുട്ടിയെ സഹായിച്ചും ആ വില്ലന്മാരെ അവരെ കുടത്തിലടിച്ചും അതുപോലെ തന്നെ ഡീമനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ആ ഗ്രാമത്തിന് മോചനം വാങ്ങിക്കൊടുത്തും ആ പെൺകുട്ടിയെ രക്ഷിച്ചും അങ്ങനെ ഗോക്കു മുൻപോട്ടേക്ക് പോവാണ്. ഗോക്കു മരം അവന്റെ ചുമലിൽ കെട്ടി വലിച്ചും അതുപോലെ തന്നെ കൈകുത്തി നടന്നും വീണ്ടും വീണ്ടും അവന്റെ ട്രെയിനിങ് മുൻപോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഗോക്കു ആണെങ്കിൽ നല്ല ടയർഡാണ്. അവൻ ചെറിയൊരു കമ്പു കയ്യിലെടുത്ത് അങ്ങനെ വലിച്ചു മുൻപോട്ടേക്ക് നടക്കും. അപ്പോഴായിരിക്കും അവന്റെ വിശപ്പിന്റെ വിളി അത് കൂടി കൂടി വരിക. ഓ നോ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു, ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ കാറ്റ് പോകുന്നു ചിന്തിച്ച് അവനാണെങ്കിൽ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും ദൂരത്തു നിന്നായിട്ട് എന്തോ പുകയൊക്കെ പറപ്പിച്ച് ഒന്നങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്നത് കാണാം. ആണെങ്കിൽ ശ്രദ്ധാപൂർവം അതെന്താണെന്ന് നോക്കും. ഒരു വണ്ടി അത് കൺട്രോൾ നഷ്ടപ്പെട്ട് വളരെ സ്പീഡിൽ വരികയാണ്. ഗോക്കു ആണെങ്കിൽ അതിലേക്ക് തന്നെ സൂക്ഷ്മതയോടുകൂടെ നോക്കും. അതിനുശേഷം ഫോളോ ചെയ്ത് ഓടുകയാണ്. ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ഒരു ഹസ്ബൻഡാണ്. അവരുടെ വൈഫും കുഞ്ഞും അവരുടെ ഒപ്പം ഉണ്ട്. വണ്ടിയുടെ കൺട്രോൾ പോയി അത് നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് പോകും. ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ദയവ് ചെയ്ത് ഞങ്ങളെ ആരെങ്കിലും രക്ഷിക്കണം. ഉടനെ ഗോക്കു ആണെങ്കിൽ പിന്നാലെ ഓടി ഇപ്പൊ അവരോട് ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിനവർ പറയും, ഞങ്ങളുടെ വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടു പോയി, എങ്ങനെയെങ്കിലും ഞങ്ങളെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം, അതല്ല എങ്കിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവനും ഞങ്ങൾക്ക് നഷ്ടമാവും. ഗോക്കു ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം എടുത്തു ചാടി മുളയിൽ പിടിച്ചു വലിക്കും. അതിനുശേഷം അതങ്ങനെ വളച്ചു വെച്ച് വണ്ടിയിലേക്ക് അടുപ്പിക്കുകയാണ്. വണ്ടിയാണെങ്കിൽ മുളയിൽ വന്ന് ആഞ്ഞടിക്കും. അതിനുശേഷം പതിയെ തെന്നി പോയി ഒരു മരത്തിലിടിച്ച് നിൽക്കും. ആണെങ്കിൽ കാഷ്വലായിട്ട് അവരുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ? അതിനവർ പറയും, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, താങ്ക് യു വെരി മച്ച്, കറക്റ്റ് സമയത്ത് നീ വന്നതുകൊണ്ടാണ് ഫാമിലിയെ രക്ഷിക്കാനായത്. ഗോക്കു പറയും, ഞാൻ കരുതിയത് നിങ്ങൾ എന്തിനെയോ കണ്ട് പേടിച്ചോടി വരികയാണെന്നാണ്. അതിനവർ പറയും, സത്യത്തിൽ അതെ, ആ മോൺസ്റ്ററിനെ അതിനെ കണ്ട് പേടിച്ചോടി വരികയായിരുന്നു. ഗോക്കു ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. മോൺസ്റ്ററോ? ഏത് മോൺസ്റ്റർ? അതിനവർ പറയും, നീ ആ മോൺസ്റ്ററിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഒരു ജൈന്റ് ആനിമൽ ആണ്. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അതൊരു പേടി സ്വപ്നമാണ്. ലാസ്റ്റ് ടൈം അത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഓടിക്കയറി. അതിനുശേഷം വീടിന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ജസ്റ്റ് മിസ്സിനാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടത്. അതിനെ കൊല്ലാനായി ഒരുപാട് പേര് ഗണ്ണൊക്കെ വെച്ച് അതിനെ ഷൂട്ട് ചെയ്തു. പക്ഷെ അതിനൊരു പോറൽ പോലും ഏറ്റില്ല. സോ വേറെ ഗത്യന്തരം ഇല്ലാതെയാണ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെയായി ഞങ്ങൾ രക്ഷപ്പെട്ട് ഇവിടേക്ക് എത്തിയത്. നോക്കുവാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ചോദിക്കും, എനിക്കതിനെ ഒന്ന് കാണാൻ പറ്റുമോ? അത് കേട്ട് അവർ ഞെട്ടാണ്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാരെ കാണിക്കും. ഹാൻസം ബോയും മൊട്ടപ്പനും രണ്ടുപേരും നിർത്താതെ ട്രെയിനിങ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ബൊൽമയാണെങ്കിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന റോഷിയോട് ചോദിക്കും, നിങ്ങൾക്ക് അല്പമെങ്കിലും അവരുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തൂടെ? അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഗൈഡ് ലൈൻസ് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൂടെ? അത് റോഷി പറയും, അതൊന്നും എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, ജസ്റ്റ് ടീച്ചിങ്. ഇത്രയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും. അവർക്ക് പവർഫുൾ ആവണമെങ്കിൽ തീർച്ചയായിട്ടും അവരത് ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ ബെസ്റ്റ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയും. ഉടനെ ബൊൽമയാണെങ്കിൽ ആ ബുക്കിലേക്ക് നോക്കും. അപ്പോൾ ഒരു അടിപൊളി ചെറുക്കൻ്റെ ഫോട്ടോ അത് അവൾ കാണുകയാണ്. അതാരാണെന്ന് ചോദിക്കും. അത് റോഷി പറയും, അത് ഞാൻ തന്നെയാണ്, എൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണത് എന്ന് പറഞ്ഞ് അടുത്ത പേജ് മറിക്കും. അപ്പോഴായിരിക്കും അതിൽ മറ്റു രണ്ട് പേര് കാണുക. അതിലൊരാളുടെ കയ്യിൽ ഒരു പന്നിക്കുട്ടിയെ കാണും. അവളാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ചോദിക്കും. അതിന് റോഷി പറയും, അവൻ എൻ്റെ ഫ്രണ്ടാണ്, ആ പന്നിക്കുട്ടി അവരുടെ പെറ്റാണ്, പിന്നെ ഒരുപാട് സ്നേഹത്തിൽ അവർ വളർത്തിക്കൊണ്ടുവന്നു. പക്ഷെ അവസാനം അവരുടെ കൺട്രോളിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു. അതിപ്പോ ഒരു ടെറർ പന്നിയായി മാറിയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ഗോക്കുവിനെ കാണിക്കും. ഗോക്കു ആണെങ്കിൽ ആ ഫാമിലിയെ സേവ് ചെയ്ത് വീണ്ടും അവന്റെ നടത്തം അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് ദൂരം നടന്ന് ഇപ്പൊ സമയം സന്ധ്യയായിരിക്കുകയാണ്. അവന് വിശന്നു വലഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോഴായിരിക്കും ഒരു കൂട്ടം ആൾക്കാർ തീയും പന്തവും ഒക്കെ കൊണ്ട് ആ ഒരു പന്നിയെ പിടിക്കാനായിട്ട് ഓടി അടുക്കുക. അടുത്ത നിമിഷം മാർഷൽ ആർട്സ് പഠിച്ച ഒരു അച്ഛനും മകനും അവർ രണ്ടുപേരും ചേർന്ന് അതിനെ കിക്ക് ചെയ്ത് തകർത്ത് താഴെയിടും. നോക്കുവാണെങ്കിൽ ആ ഭാഗത്തേക്ക് ഓടി വന്ന് ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. വാവ്, ആ പഞ്ച് ശരിക്കും പവർഫുൾ ആയിരുന്നു. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഗ്രാമത്തിലുള്ളവരെല്ലാവരും ചേർന്ന് അത്രയും നാൾ അവരെ ഉപദ്രവിച്ച ആ ഒരു പന്നിയെ മരത്തിന്റെ മുകളിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അതിനുശേഷം അവർ കൊണ്ടുവന്ന ആ മാർഷൽ ആർട്സ് അറിയാവുന്ന അച്ഛനും മകനും അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കും. അവരാണെങ്കിൽ താങ്ക്സ് പറയും. അതിനുശേഷം ആ ജനങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ പന്നി ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ ഈ കോണും ആവശ്യമാണ്. ഗ്രാമത്തിലുള്ളവർ അത് ആക്സെപ്റ്റ് ചെയ്യും. ഉടനെ അവരാണെങ്കിൽ ആ കോണും പന്നിയുമായിട്ട് അവിടുന്ന് കടന്നു പോവാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നൈറ്റ് നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് അവന്റെ വാലുപയോഗിച്ച് മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് ഒരു മീൻ പോലും പിടിക്കാനാവില്ല. അപ്പോഴായിരിക്കും ദൂരത്തുനിന്നായിട്ട് കോൺ ഫ്രൈ ചെയ്ത സ്മെല്ല് അത് അവന് കിട്ടുക. ഗോക്കു ആണെങ്കിൽ ആ ഫ്രൈ ചെയ്ത ഭാഗത്തേക്ക് ഓടിയെത്തും. അപ്പൊ അവൻ കാണും ആ ഒരു പന്നിക്കുട്ടനും ആ ഒരു ഫാദറും ആളുടെ മകനും അവർ മൂന്നുപേരും ക്യാഷ്വലായിട്ടിരുന്ന് ആ ഒരു കോൺ കഴിക്കുകയാണ്.
ഫാദർ ആണെങ്കിൽ മകനോട് പറയും, ഇത്തവണത്തെ നമ്മുടെ പ്ലാനും കറക്റ്റായിട്ട് വർക്കൗട്ടായി, നമുക്ക് ആവശ്യത്തിലധികം പണം കിട്ടി, ഇനി അടുത്ത മൂമെന്റ് വളരെയധികം ശ്രദ്ധിച്ചു വേണം. അങ്ങനെ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ഗോകു അവിടേക്ക് കടന്നു വരിക. ഗോകു ആണെങ്കിൽ അവരോട് പറയും, നിങ്ങളെ ഞാൻ കണ്ടിരുന്നു, നിങ്ങളല്ലേ ഈ പന്നി ഇടിച്ച് നിലംപരിച്ചാക്കിയത്, സത്യത്തിൽ ഇവൻ നിങ്ങളുടെ ഫ്രണ്ടായിരുന്നു. ഫാദറിനും സണ്ണിനും ആണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. അവരുടെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഗോകുവെ അവനെ ഇല്ലാതാക്കാനായി ഇപ്പൊ ഫാദർ ഗോകുവെ അറ്റാക്ക് ചെയ്യുകയാണ്. ഗോകുവിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് രണ്ടുപേർക്കും ഗോകു സ്കിൽഫുൾ ആയ ഒരാളാണെന്ന് മനസ്സിലാവും. പക്ഷെ ആളുടെ അറ്റാക്കിൽ അടുത്തുണ്ടായിരുന്ന ഒരു മരം അതങ്ങനെ കടപുഴകി ഗോകുവിന്റെ ദേഹത്തേക്ക് വീഴും. ഉടനെ ആ ഫാദർ ആണെങ്കിൽ ഇപ്പൊ മകനോട് പറയും, നമ്മൾ കരുതും പോലെയല്ല, ഇവൻ വളരെ പവർഫുൾ ആണ്, സ്കിൽഫുൾ ആയ ഒരു പയ്യനാണിവൻ. കട്ട് ചെയ്താ ഇവിടെ ബുൽമയെ കാണിക്കും. അവളാണെങ്കിൽ ഗോകുവിനെ വലിയൊരു പന്നി കുത്താൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കുകയാണ്. ഡാൻപെ ആണെങ്കിൽ ഇപ്പൊ ബുൽമയുടെ അടുത്തേക്ക് ഓടി വന്ന് അവളെ സമാധാനിപ്പിക്കും. പുറകെയുള്ളവർ ഓരോരുത്തരായിട്ട് അവളോട് വന്ന് കാര്യം തിരക്കും. അതിന് അവൾ പറയും, ഒരു വലിയ പന്നി ഗോകുവിനെ കുത്തി മലർത്തുന്നത് കണ്ട് ഞാൻ പേടിച്ച് ഞെട്ടി എഴുന്നേറ്റതാണ്, അവന് കുഴപ്പമൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. കട്ട് ചെയ്താ ഇവിടെ ഗോകുവിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ പതിയെ കണ്ണ് തുറക്കുകയാണ്. അവൻ ആ ഗ്രാമത്തിലെ ഏതോ ഒരു വീട്ടിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അവൻ ചുറ്റും നോക്കും, ഒരു പെൺകുട്ടി അവളുടെ തൊട്ടടുത്ത്. ചോപ്പത്ത് പെണ്ണാണെങ്കിൽ ഗോകുവിനോട് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാട്ടിൽ വെച്ചാണ് ഞങ്ങൾ നിന്നെ കണ്ടത്, സോ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് നിനക്ക് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തന്നു, വേറൊന്നുമില്ല. സത്യത്തിൽ നിനക്ക് എന്താ പറ്റിയേ? അതിന് ഗോകു പറയും, നിങ്ങൾ അറിയാത്ത വലിയൊരു ചതി അത് ഇവിടെ നടക്കുന്നുണ്ട്. ലാസ്റ്റ് ഡേ ആ ഒരു ജയന്റ് പന്നിയെ കൊന്ന രണ്ടുപേര് അവരിവിടുന്ന് കടന്നുപോയില്ലേ, അവർ 3 പേരും ആക്ച്വലി ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവരാ പന്നിയെ കൊന്നിട്ടില്ല, ഒരു 3 പേരും ചേർന്ന് ഡ്രാമ ചെയ്ത് നിങ്ങളെ ചീറ്റ് ചെയ്ത് പണം തട്ടുകയായിരുന്നു. അവളാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഗോകു പറയും, എനിക്ക് വല്ലാതെ വിശക്കുന്നു, ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും തന്നൂടെ. ഉടനെ അവളാണെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സും മീറ്റും എല്ലാം തന്നെ ഗോകുവിന് കൊടുക്കും. അവൻ വയറും വായും മുട്ടെ അത് കഴിക്കും. കട്ട് ചെയ്ത ആ ഒരു മാർഷൽ ആർട്സ് മാസ്റ്ററിനെയും ആളുടെ മകനെയും കാണിക്കും. അവർ രണ്ടുപേരും വീണ്ടും ആ പന്നിയായിട്ട് അടുത്തൊരു വില്ലേജിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെയുള്ള ജനങ്ങളെ എല്ലാം ആ പന്നി ഉപയോഗിച്ച് അവർ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ ഗോകു ആണെങ്കിൽ ആ പന്നി അന്വേഷിച്ച് ഓടി വരുമ്പോഴായിരിക്കും അവൻ മുൻപ് കണ്ട ആ ഫാമിലി അവിടേക്ക് വരിക. ആ ഫാമിലി ആണെങ്കിൽ ഗോകുവിനോട് പറയും, ഓ നോ, ആ പന്നി പേടിച്ച് ഞങ്ങൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി, അവിടെ മറ്റൊരു പന്നി, അതിനെ കണ്ട് പേടിച്ച് ഞങ്ങൾ ഇവിടേക്ക് ഓടിയെത്തി, അവിടേക്ക് പോവരുത്, അത് വളരെ ഡേഞ്ചറാണ്. ഗോകുവിനാണെങ്കിൽ കാര്യം പിടിയിട്ടും ആ വില്ലേജ് ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ഓടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ ഒരു ഫാദറും ആളുടെ മകനും അവർ രണ്ടുപേരും എപ്പോഴത്തേതും പോലെ പന്നിയെ പിടിച്ച് മരത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാവരും അവരോട് താങ്ക്സ് പറയും, നിങ്ങൾ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവനും സ്വത്തും ഒക്കെ അല്പമെങ്കിലും രക്ഷിക്കാനായതെന്ന് പറഞ്ഞ് ഒരുപാട് പണം അവർക്ക് കൊടുക്കും. അടുത്ത നിമിഷം ഗോകു അവിടേക്ക് വന്ന് അത് തടയും. നിർത്തിവിടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്, അവർ നിങ്ങളെ ചീറ്റ് ചെയ്യാണ്. ആ ഒരു വലിയ പന്നി അത് അവരുടെ ഫ്രണ്ടാണ്, അത് മരിച്ചിട്ടില്ല, അത് സ്റ്റിൽ അലൈവ് ആണെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ ഇപ്പൊ ആ പന്നി എക്കിളിടിയിക്കും. അതാണെങ്കിൽ പതിയെ മൂവ് ചെയ്ത് ചിരിക്കാനായിട്ട് തുടങ്ങുകയാണ്. അത് കണ്ട് ജനങ്ങള് ആ ഒരു ചതി തിരിച്ചറിയും. പക്ഷേ മാർഷൽ ആർട്ട് മാസ്റ്റർ ആണെങ്കിൽ വിട്ടുകൊടുക്കില്ല. സത്യത്തിൽ ഇവനാണ് ഇതിന്റെ എല്ലാ നേതാവ്. ആ പന്നി ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഒരു തീക്കൊള്ളി എടുത്ത് ഇപ്പൊ ആ പന്നിയുടെ അണ്ടറിലേക്ക് ഇടും. പന്നിയാണെങ്കിൽ വേദനിച്ച് ചെയ്യാൻ കഴിയാതെ കരയാനായിട്ട് തുടങ്ങും. ഗോകുവിനാണെങ്കിൽ അത് നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല. മാർഷൽ ആർട്ട് മാസ്റ്ററിന് ഗോകുവിന്റെ നേച്ചർ നന്നായിട്ട് അറിയാം. അവനെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് അവൻ ഉറപ്പുണ്ട്. അവൻ വിളിച്ചു പറയും, ഈ പന്നി ഞങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇവനെ ഇത്തരത്തിൽ ഹേർട്ട് ചെയ്യില്ല, ഇവൻ ഞങ്ങളുടെ ആരുമല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ചെയ്തത്. സോ ഈ പയ്യൻ ഇവന്റെ ആരെങ്കിലും ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പയ്യൻ അതിനെ രക്ഷിക്കുമെന്ന് പറയും. ഗോകുവിനാണെങ്കിൽ ഒരുപാട് നേരം അത് നോക്കി നിൽക്കാൻ കഴിയില്ല. അവൻ ആ കയറ് കട്ട് ചെയ്ത് ആ പന്നിയെ സേവ് ചെയ്യാണ്. പന്നിക്കാണെങ്കിൽ ഇപ്പോൾ ആ ഒരു മാർഷൽ ആർട്സ് മാനോടും ആളുടെ മകനോടും ഒരുപാട് ദേഷ്യം തോന്നും. ജനങ്ങളെല്ലാവരും ഗോകു ആണ് ഇതിന് പിന്നിലെന്ന് കരുതി ഇപ്പോൾ അവന്റെ നേർക്ക് കല്ലെറിയാനും ഷൂട്ട് ചെയ്യാനും തുടങ്ങും. അതുകൊണ്ട് കൺട്രോൾ പോയ ആ പന്നിയാണെങ്കിൽ അവരെ എല്ലാവരും ഉപദ്രവിക്കുകയാണ്. ജനങ്ങളാണെങ്കിൽ ഒരുപാട് പേരിറങ്ങി ഇപ്പോൾ ആ പന്നിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കാര്യം വഷളാകുകയാണെന്ന് മനസ്സിലാക്കിയ ഗോകു ആണെങ്കിൽ ആ പന്നിയെ തൂക്കിയെടുത്ത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു സേഫ് പ്ലേസിലേക്ക് കടന്നു വരികയാണ്. ആ പന്നിയുടെ ബാക്ക് സൈഡ് മുഴുവനായിട്ടും പൊള്ളി പോയിരിക്കുകയാണ്. അതിനെക്കൊണ്ടാണെങ്കിൽ ഇപ്പോൾ മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. ഗോകു അതിനെ സമാധാനിപ്പിക്കും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നിന്നെ ഞാൻ അവിടേക്ക് എത്തിച്ച് നിനക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് എല്ലാം തന്നെ തരും, അവള് നിനക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ ഭക്ഷണമൊക്കെ തരും എന്ന് പറഞ്ഞ് ആണെങ്കിൽ വീണ്ടും അതിനെ തൂക്കിയെടുത്ത് പതിയെ നടക്കാൻ ആരംഭിക്കും. നെക്സ്റ്റ് ഡേ മോർണിംഗ് അവൻ ഓൾമോസ്റ്റ് ആ ഗ്രാമത്തിന്റെ തൊട്ടടുത്തെത്തും. പക്ഷെ അപ്പോഴേക്കും ലാസ്റ്റ് നൈറ്റ് അവരെ അറ്റാക്ക് ചെയ്ത ഗ്രാമത്തിലുള്ളവര് അവിടേക്ക് പാഞ്ഞെത്തും. അതിനുശേഷം വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഗോകു ആണെങ്കിൽ ആ പന്നിയെ ഒരു ഭാഗത്ത് സേഫ് ആക്കി നിർത്തും. ഉടനെ ആ സെക്കൻഡ് ഗ്രാമത്തിലുള്ള ഗ്രാമമുഖ്യനും
ഗോകുയെ ഹെൽപ്പ് ചെയ്ത ആ പെൺകുട്ടിയും അവർ രണ്ടുപേരും അവിടേക്ക് ഓടി വരും. ആ ഗ്രാമമുഖ്യനാണെങ്കിൽ അവരോട് ഫയർ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് വിളിച്ചു പറയും. ഉടനെ ആ ലേഡി എല്ലാവരോടും അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയും. ഗ്രാമമുഖ്യൻ അവരോട് പറയും ഗോകു പറഞ്ഞതെല്ലാം സത്യമാണ്. മാർഷൽ ആർട്ട് മാസ്റ്ററും ആളുടെ മകനും ഈ പന്നിയും ഇവര് 3 പേരും ചേർന്നാണ് നമ്മളെ എല്ലാവരെയും ചീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഗോകു ആണ് അവരുടെ ചതി അത് കണ്ടെത്തിയത്. അവരുടെ സത്യങ്ങളെല്ലാം പുറത്താവുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഈ പന്നിയെ ഒറ്റുകൊടുത്തു. അതാണ് സംഭവിച്ചത്. ഇതെല്ലാം ബോധ്യപ്പെട്ട ജനങ്ങളാണെങ്കിൽ ഇപ്പൊ ഗോകുവിനും ആ പന്നിക്കും ആവശ്യമായിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അതിന്റെ ബോഡിയിൽ മരുന്നുകളൊക്കെ വെച്ച് കൊടുത്ത് ബാക്ക് ടു നോർമൽ ആക്കും. ഗോകു ആണെങ്കിൽ അവളോട് പറയും എനിക്ക് വലിയൊരു നിരാശയുണ്ട്. ആ മാർഷൽ ആർട്സ് മാനെയും ആളുടെ മകനെയും അവർ രണ്ടുപേരെയും എന്നെ കൊണ്ട് പിടിക്കാനായില്ല. പക്ഷെ കുഴപ്പമില്ല, വേൾഡ് മാർഷൽ ആർട്സ് മത്സരത്തിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തീർച്ചയായിട്ടും അവരെ തോൽപ്പിക്കുമെന്ന് പറയും. ഉടനെ ആ പന്നിയാണെങ്കിൽ ഈ ഗോകുവിന് നേരെ തിരികെയാണ്. ഗോകുവിനാണെങ്കിൽ ആദ്യം കാര്യം മനസ്സിലാവില്ല, പിന്നീട് പിടികിട്ടും ഗോകു ആയിട്ട് ഫൈറ്റ് ചെയ്ത് ഗോകുവിന് ട്രെയിനിങ് കൊടുക്കാനാണ് അത് ആഗ്രഹിക്കുന്നതെന്ന്. അതുകൊണ്ട് ഗോകു ആണെങ്കിൽ ഹാപ്പി ആയിട്ട് അതുമായിട്ട് ഫൈറ്റ് ചെയ്ത് ട്രെയിനിങ് എടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.